الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا رسول الله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم ربنا وأدخلهم جنات عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العزيز الحكيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അല്ലാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്ക് വിധേയരായി ഈമാനോടെ ഇഖ്ലാസോടെ തഖ്വാബോധത്തോടെ ജീവിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിനെ ഏറെ ഇഷ്ടപ്പെട്ട മുഅ്മിനീങ്ങളിൽ മുഅ്മിനാത്തുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാവിധ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേക കാരുണ്യം കൊണ്ട് പുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, യൗമുൽ ജുമുഅയിലെ നിന്റെ പ്രത്യേകമായ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട്
നിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിൽ വിശ്വാസികളായ ഞങ്ങൾ ഇതാ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഞങ്ങളുടെ ജുമുഅ നമസ്കാരവും അതിലെ പ്രാർത്ഥനയും ഖുതുബയുമെല്ലാം വലിയ സൽക്കർമ്മമായി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ചെറുതും വലുതുമായ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ പലവിധ രോഗങ്ങളാൽ വിഷമിക്കുന്ന സഹോദരങ്ങളുണ്ട്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടവരുണ്ട്. ഡോക്ടർമാർ കൈയൊഴിഞ്ഞ് വീടുകളിൽ ബെഡോട് ചേർന്ന് മരണത്തെ കാത്ത് കഴിയുന്ന വിശ്വാസികളുണ്ട്. അള്ളാഹുവേ, എല്ലാവിധ രോഗങ്ങളും ഷിഫ നൽകുന്ന ഷാഫിയായ റഹ്മാനെ, നിന്നിലേക്ക് ഇതാ ഞങ്ങൾ കൈകൾ ഉയർത്തുന്നു. ഞങ്ങളിലുള്ള രോഗികളുടെ എല്ലാവിധ രോഗങ്ങൾക്കും നീ പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകണേ റഹ്മാനെ. ഡോക്ടർമാർ കൈയൊഴിഞ്ഞ രോഗികൾ, കിടപ്പിലായ രോഗികൾ, അവർക്ക് ജീവിതമാണ് ഉത്തമമെങ്കിൽ ജീവിതവും, മരണമാണ് ഉത്തമമെങ്കിൽ മരണവും നൽകി അനുഗ്രഹിക്കുമാറാകണേ റഹ്മാൻ. ബഹുമാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സൂറത്ത് ഗാഫിറിലെ 7 മുതൽ 9 വരെയുള്ള വചനങ്ങളാണ് ഹംദിനും സ്വലാത്തിനും ശേഷം ഞാൻ നിങ്ങളുടെ മുന്നിൽ പാരായണം ചെയ്തു. അള്ളാഹുവിന്റെ ഏറ്റവും ഉത്തമ സൃഷ്ടികളായ മലക്കുകൾ ഒരു തെറ്റും ജീവിതത്തിൽ വരാതെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട്, തസ്ബീഹ് ചെയ്തുകൊണ്ട്, തഹ്ലീൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യത്തിൽ കഴിഞ്ഞുകൂടുന്നവരാണ് കൂടുതൽ മലക്കുകൾ. ഈ മലക്കുകളുടെ പ്രാർത്ഥന ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയില്ല. ആ മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് വിധേയരാകുന്നവർ ആരൊക്കെയാണ് എന്ന വിഷയമാണ് നമ്മൾ ഈ പള്ളിയിൽ 2-3 ആഴ്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ 2 ഖുതുബകൾ, ഇതിനു മുമ്പ് കഴിഞ്ഞു പോയ 2 ഖുതുബകൾ കേട്ടവർക്ക് ആ വിഷയം ഏകദേശം മനസ്സിലായി കാണും. ഇനി ആരാണ് ഈ മലക്കുകളുടെ, അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നത സൃഷ്ടിജാലങ്ങളായ മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് കീഴിൽ വരുന്നവർ ഇനി ആരാണ്? അതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഖുതുബ. ബാക്കിയുള്ള ഭാഗം അള്ളാഹു പറയുന്നു, അല്ലദീന യഹ്മിലൂനൽ അർശ്, അള്ളാഹുവിന്റെ സിംഹാസനം വഹിക്കുന്ന മലക്കുകൾ, വമൻ ഹൗലഹു, ആ സിംഹാസനത്തിന് ചുറ്റും നിലയുറപ്പിച്ച മലക്കുകളും, യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, തന്റെ റബ്ബിനെ സ്തോത്ര കീർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം, ഹംദുകൾ പറയുന്നതോടൊപ്പം അവനെ നിരന്തരമായി തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ഈ മലക്കുകൾ. വയുമിനൂന ബിഹി, അല്ലാഹുവിൽ ശക്തമായി അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ, ഭൂമിയിൽ കഴിഞ്ഞുകൂടുന്ന മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, മുഅ്മിനാത്തുകൾക്ക് വേണ്ടി അവർ നിരന്തരമായി പാപമോചന പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നു. എപ്രകാരം? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമാ, നിന്റെ അറിവ്, നിന്റെ കാരുണ്യം എല്ലാ വസ്തുക്കളിലും വിശാലമായിരിക്കുന്നു റഹ്മാൻ. നീ ഇല്ലാതെ ഈ ലോകത്തിന് ഒരു നിലനിൽപ്പില്ല. നിന്റെ കാരുണ്യം കൊണ്ടാണ് ലോകത്തുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളും കഴിഞ്ഞുകൂടുന്നത്. ഒരു സെക്കൻഡ് സമയം പോലും നിന്റെ കാരുണ്യമില്ലാതെ കഴിഞ്ഞുകൂടാൻ കഴിയില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം റഹ്മാനെ? ഫഗ്ഫിർ ലില്ലദീന താബൂ, പടച്ചവനെ, നിന്നിലേക്ക് നിരന്തരമായി തൗബ ചെയ്തു മടങ്ങുന്നവർക്ക് അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണമേ പടച്ചവൻ. അർശിന്റെ അടുത്ത് അർശിനെ പൊതിഞ്ഞു നിൽക്കുന്ന, അള്ളാന്റെ അർശിനെ പൊതിഞ്ഞു നിൽക്കുന്ന മലക്കുകൾ പറയുക, അവർ പ്രാർത്ഥിക്കുക. അള്ളാഹുവിന്റെ അർശിനെ വഹിക്കുന്ന മലക്കുകൾ പ്രാർത്ഥിക്കുക, ഫഗ്ഫിർ, പടച്ചവനെ നീ പുറത്തു കൊടുക്കണം. ആർക്ക്? ലില്ലദീന താബൂ, നിരന്തരമായി നിന്നിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നവർക്ക്. വത്തബഉ സബീലക്, നിന്റെ യഥാർത്ഥ മാർഗം പിന്തുടരുന്ന വിശ്വാസികൾക്ക് നീ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണം. വഖിഹിം, അവരെ നീ കാത്തുരക്ഷിക്കണം. അദാബൽ ജഹീം, കത്തിക്കാളുന്ന നരകശിക്ഷയിൽ നിന്നും പടച്ചവനെ അങ്ങനെയുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ നീ കാത്തുരക്ഷിക്കണം. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ,
വഅദ്ഖിൽഹും അവരെ നീ പ്രവേശിപ്പിക്കണം ജന്നാതു അദ്നിൻ സ്ഥിരവാസത്തിന്റെ സ്വർഗ്ഗത്തോപ്പുകളിൽ അവരെ നീ പ്രവേശിപ്പിക്കണേ പടച്ചവൻ. അല്ലതീ വഅദ്തഹും ആ സ്വർഗ്ഗത്തോപ്പുകൾ നീ അവർക്ക് വാഗ്ദാനം ചെയ്തതാണ്. ആരെയൊക്കെ പ്രവേശിപ്പിക്കണം? വമൻ സ്വലഹ മിൻ ആബാഇഹിം അവരുടെ മാതാപിതാക്കളിൽ നിന്നും അവരുടെ പിതാക്കളിൽ നിന്നും സദ്വൃദ്ധരായ ആൾക്കാരെ നീ പ്രവേശിപ്പിക്കണം. വഅസ്വാജിഹിം അവരുടെ ഇണകളിൽ നിന്നും സദ്വൃദ്ധരായവരെ നീ പ്രവേശിപ്പിക്കണം. വദുർരിയാതിഹിം അവരുടെ മക്കളിൽ നിന്നും സദ്വൃദ്ധരായവരെ നീ ആ സ്വർഗ്ഗത്തോപ്പുകളിൽ പ്രവേശിപ്പിക്കണം. ഇന്നക അന്തൽ അസീസുൽ ഹകീം പടച്ചവനെ നീ പ്രതാപിയാണ് റഹ്മാനെ, നീ അസീസാണ് പടച്ചവനെ, ഹക്കീമാണ്, നീ യുക്തിജ്ഞാനിയാണ്. അങ്ങനെയുള്ള റബ്ബേ നിന്നിലേക്ക് നിരന്തരം തൗബ ചെയ്തു മടങ്ങുന്നവരെ, നീയാകുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരെ, അങ്ങനെയുള്ള മുഅ്മിനീങ്ങളെ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള ജന്നാത്തുൽ ഫിർദൗസ് അവർക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ റബ്ബേ. തീർന്നില്ല അവരുടെ പ്രാർത്ഥന. വഖിഹിം പടച്ചവനെ അവരെ നീ കാത്തുരക്ഷിക്കണം. എന്തിൽ നിന്നും? അസ്സയ്യിആത്ത് എല്ലാ മോശത്തരങ്ങളിൽ നിന്നും. നീ എന്തൊക്കെ മോശമായി പഠിപ്പിച്ചിട്ടുണ്ടോ ആ മോശങ്ങളിൽ നിന്നും അവരെ നീ കാത്തുരക്ഷിക്കണം. വമൻ തഖിസ്സയ്യിആതി യൗമഇദിൻ അന്നേ ദിവസം ആരെങ്കിലും നീ എല്ലാ മോശങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുകയാണ് എങ്കിൽ ഫഖദ് റഹിംത അവനോട് നീ കാരുണ്യമാണ് കാണിച്ചത്. വദാലിക ഹുവൽ ഫൗസുൽ അളീം അതാകുന്നു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യം. മലക്കുകളുടെ പ്രാർത്ഥനയാണ്. ഏത് മലക്കുകൾ? അള്ളാന്റെ അർശിനെ പൊതിഞ്ഞു നിൽക്കുന്ന 10,000 മലക്കുകൾ, ആ അർശിനെ വഹിക്കുന്ന മലക്കുകൾ, അർശിനെ വഹിക്കുന്ന മലക്കുകളുടെ എണ്ണം പോലും അള്ളാഹ് പറഞ്ഞു. യഹ്മിലൂനൽ അർശ എന്ന് പറഞ്ഞിട്ട് അന്ത്യദിനത്തിൽ അള്ളാന്റെ അർശും വഹിച്ചു വരുന്ന മലക്കുകളെ പറ്റി അള്ളാഹ് പറയുന്നതാണ്. വൻശക്കത്തിസ് സമാഉ ഫഹിയ യൗമഇദിൻ വാഹിയ അന്ത്യദിനമാകുമ്പോൾ ആകാശം പൊട്ടിപ്പിളരും. ആ ആകാശം അന്ന് വളരെ ദുർബലമായിരിക്കും. വൽ മലക്കു അലാ അർജാഇഹാ മലക്കുകൾ ആ ആകാശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലയുറപ്പിക്കും. എന്നിട്ടോ അള്ളാഹ് പറയുന്നു വയഹ്മിലു അർശ റബ്ബിക ഫൗകഹും യൗമഇദിൻ തമാനിയ അന്ന് റബ്ബിന്റെ അർശ് വഹിക്കുന്നത് 8 വിഭാഗം മലക്കുകളായിരിക്കും. 8 വിഭാഗമാണ്. അതിന്റെ എണ്ണം പറഞ്ഞപ്പോൾ ഓരോ ജമാഅത്തുകളായ 8 ജമാഅത്തുകളായിരിക്കും അള്ളാഹുവിന്റെ അർശ് അന്ന് വഹിക്കുക. അപ്പൊ വമ്പൻ ജമാഅത്താണ് അള്ളാന്റെ അർശിന്റെ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അർശിന് ചുറ്റും നിൽക്കുന്നത് 10,000 മലക്കുകളാണ്. ആ മലക്കുകൾ നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഇവരുടെ ഈ പ്രാർത്ഥനയിൽ നമ്മൾ പെടണമെങ്കിൽ നമ്മൾ ആരായി തീരണം? അള്ളാഹുവിനോട് നിരന്തരമായി തൗബ ചോദിക്കുന്നവരാകണം. എല്ലാ നമസ്കാര വേളയിലും, എല്ലാ ഫർദ് നമസ്കാര വേളകളിലും നമസ്കാരത്തിന് ശേഷം അള്ളാഹുവിനോട് എന്ത് ചോദിക്കണം? തൗബ ചോദിക്കണം. പാപമോചന പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് അള്ളാന്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ഒന്നാമത്തെ വിഭാഗം തൗബ ചെയ്യുന്നവർ, രണ്ടാമത്തെ വിഭാഗം ശക്തമായ റബ്ബിൽ വിശ്വസിക്കുന്നവർ. ശക്തമായ വിശ്വാസവും തൗബയും ഉള്ളവർക്ക് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിക്കുന്നു. എന്നിട്ട് അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ഒരു ഭാഗമുണ്ട്. റബ്ബനാ വഅദ്ഖിൽഹും ജന്നാതി അദ്നിൻ സ്ഥിരവാസത്തിന്റെ സ്വർഗ്ഗത്തോപ്പുകളിൽ നീ അവരെ, ആ വിശ്വാസികളെ പ്രവേശിപ്പിക്കണം. എങ്ങനെയാണ് ആ സ്വർഗ്ഗത്തോപ്പുകൾ? ജന്നാതു അദ്നിൻ യദ്ഖുലൂനഹാ സ്ഥിരവാസത്തിന്റെ സ്വർഗ്ഗത്തോപ്പുകളാണ്. അതിലാണ് അവർ പ്രവേശിക്കുക. ആരൊക്കെ? വമൻ സ്വലഹ മിൻ ആബാഇഹിം അവരുടെ പിതാക്കളിൽ നിന്നും നല്ലവരായി തീർന്നവർ, വഅസ്വാജിഹിം അവരുടെ ഇണകളിൽ നിന്നും, വദുർരിയാതിഹിം അവരുടെ മക്കളിൽ നിന്നും, വൽ മലായികതു യദ്ഖുലൂന അലൈഹിം അവരിലേക്ക് നിരന്തരമായി മലക്കുകൾ കടന്നു വരും. മിൻ കുല്ലി ബാബ് സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെയും മലക്കുകൾ അവരെ അടുത്ത് വരും. എന്നിട്ട് മലക്കുകൾ അവരോട് പറയും, സലാമുൻ അലൈക്കും ബിമാ സബർതും ഭൂമിയിൽ
ക്ഷമയോടുകൂടി കഴിഞ്ഞുകൂടിയ വിഭാഗമേ, നിങ്ങൾക്ക് സമാധാനം. ഈ മലക്കുകളെ അന്ന് കാണാൻ പറ്റും നമുക്ക്, ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ സ്വർഗത്തിൽ അല്ലാഹു അവരെ നമുക്ക് കാണിച്ചു തരും. അവർ വന്നിട്ട് പറയുകയാണ്, സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾ ഭൂമിയിൽ ക്ഷമയോടുകൂടി കഴിഞ്ഞുകൂടിയത് കൊണ്ട് നിങ്ങൾക്ക് സമാധാനം. ഫനിഅമ ഉഖുബദ്ദാർ, അപ്പോൾ അന്തിമഗ്രഹമാകുന്ന സ്വർഗം എത്ര നല്ലതാണ്. മലക്കുകൾ നമ്മളോട് ചോദിക്കുക, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗം എത്ര നല്ലതാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ലയോ? അതുകൊണ്ട് നിരന്തരമായ പ്രാർത്ഥന മലക്കുകളുടെ ലഭിക്കണമെങ്കിൽ നമ്മൾ ഇപ്രകാരമുള്ള മനുഷ്യരായി തീരണം. നമ്മൾ സാധാരണ ആരെ കണ്ടാലും നമ്മൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മുടെ എടുത്തിട്ട് ഹജ്ജിന് പോകാൻ വേണ്ടി ഒരാൾ വന്നു, അല്ലെങ്കിൽ ഉംറക്ക് യാത്ര പറയാൻ വേണ്ടി ഒരാൾ വന്നു എന്ന് വിചാരിക്കുക. നമ്മൾ എന്തായിരിക്കും അദ്ദേഹത്തോട് പറയുക? ആകെ നമ്മൾ അദ്ദേഹത്തോട് വസിയത്ത് ചെയ്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, മറന്നു പോകരുത് കേട്ടോ. ചില ആൾക്കാർ ആ സ്ഥലങ്ങൾ വരെയും പറയും, നീ എവിടെ നില ആ സഫാ മർവയുടെ ഇടയിൽ ഓടുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നീ അറഫയിൽ നിൽക്കുമ്പോൾ, ഹജ്ജിന്റെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽപ്പെട്ട ഒന്നാണ് അറഫ, നീ അറഫ മൈതാനിയിൽ നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. നീ മിനയിൽ രാപ്പാർക്കുമ്പോൾ എനിക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്കണം. ഇങ്ങനെ നിരന്തരം വിശ്വാസികൾ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്യാറുണ്ട്. ഒരിക്കൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്തഅദൻതു നബിയ, ഉമറുൽ ഫാറൂഖ് പറയുകയാണ്, ഞാൻ നബിയോട് ഒരിക്കൽ അനുവാദം ചോദിച്ചു, ഫിൽ ഉംറ, ഉംറക്ക് പോവുക. അള്ളാന്റെ റസൂലിന്റെ അടുത്ത് എന്നിട്ട് ഉംറക്ക് യാത്ര ചോദിക്കുകയാണ്. ഫഅദിനലി, അള്ളാന്റെ റസൂൽ എനിക്ക് അനുമതി നൽകി, പോകാം, നീ പൊയ്ക്കോ. പക്ഷെ ഒരു കാര്യം, വലാ വഖാല ലാ തൻസാനാ യാ ഉഖയ്യ, അനുജ, നിന്റെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്താൻ മറന്നു പോകരുതേ. ആരാണ് ഈ പറയുന്നത്? അള്ളാന്റെ റസൂൽ. ആരോടാണ് ഈ പറയുന്നത്? ഇസ്ലാമിന്റെ 2ാം ഖലീഫയായിരുന്ന ഉമറുൽ ഫാറൂഖിനോട് പറയുകയാണ്, അനുജ, ഉഖയ്യ എന്നാ വിളിച്ച, ഉഖയ്യ, എന്റെ പൊന്നനുജ, നിന്റെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്താൻ മറന്നു പോകരുതേ, ഞങ്ങളെ ഉൾപ്പെടുത്താൻ. അൻസലാ തൻസാനാന, ഞങ്ങളെ മറന്നു പോകരുതേ എന്നാണ് പറഞ്ഞത്. മിൻ ദുആഇക, നിന്റെ പ്രാർത്ഥനയിൽ നിന്നും. ഫഖാല, ഇത് കേട്ടപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കലിമത്തുൻ മാ യസുറുനി അന്നലി ബിഹ ദുനിയ, ഈ ലോകം മുഴുവനും കിട്ടിയാലും പകരമാകാത്ത ഒരു വാക്കാണ് ആ സമയത്ത് അള്ളാന്റെ റസൂലിൽ നിന്നും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അനുജ, പ്രാർത്ഥനയിൽ ഞങ്ങളെ മറന്നു പോകരുതേ. ഈ വാക്ക് നമ്മൾ എല്ലാ ഉംറക്ക് പോകുന്ന ആൾക്കാരോടും ഹജ്ജിന് പോകുന്ന ആൾക്കാരോടും പറയുന്ന വാക്കാണ്. വഫീ റിവായത്തിൽ, മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെയാണ്, അശ്രികിനായ ഉഖയ്യ ഫീ ദുആഇക, അനുജ, പ്രാർത്ഥനയിൽ നമ്മളെയും ഉൾപ്പെടുത്തണേ എന്നായിരുന്നു അള്ളാന്റെ റസൂൽ പറഞ്ഞതെന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പൊ മലക്കളുടെ പ്രാർത്ഥന ലഭിക്കുക എന്നത് വലിയ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥന കിട്ടുക എന്നതും വലിയ അനുഗ്രഹമാണ്. അപ്പോൾ മലക്കളുടെ പ്രാർത്ഥന കിട്ടുന്ന ആൾക്കാരെ 12 പേരെ ഞാൻ എണ്ണി പറഞ്ഞു. ഇനി ബാക്കിയുള്ള ആൾക്കാർ കൂടെ നമുക്ക് കേൾക്കണ്ടേ? മലക്കളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ബാക്കിയുള്ള ആൾക്കാർ. ഒരാളുടെ അഭാവം, ഒരാൾ നമ്മുടെ ഇപ്പൊ പള്ളിയില്ല എന്ന് വിചാരിക്കുക. ഇപ്പൊ ഇവിടെ എന്നും ഇരിക്കുന്ന ഒരു സഹോദരൻ അല്ലെ, ഒരു സെഡ്ജി, എല്ലാപ്പോഴും ആ കസേരയിൽ അദ്ദേഹം അവിടെ ഉണ്ടാവും. ഇപ്പൊ അദ്ദേഹം ഇല്ലാത്ത സമയത്ത് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാന്ന് വിചാരിക്കുക. അതെ, ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, ഖാലത്ത്, അവർ പറഞ്ഞു, ഹദ്ദസനി സയ്യിദി, എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു. ഉമ്മു ദർദാന്റെ ഭർത്താവ് ആരാണ്? അബൂദർദാ റളിയല്ലാഹു അൻഹു. അബൂദർദാ ആകുന്ന എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, അന്നഹു സമിഅ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലിൽ നിന്ന് ഞാൻ കേട്ടു, യഖൂൽ, അദ്ദേഹം പറയുന്നു, മൻ ദആ ലി അഖീഹി ബിളഹ്രിൽ ഗൈബി, ഒരു സഹോദരൻ ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ, ഖാലൽ മലക്കുൽ മുവക്കലു ബിഹി, ആ സമയത്ത് അവന്റെ അടുത്ത് ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയും, ആമീൻ, ആമീൻ എന്ന് പറയും. തീർന്നില്ല, വലക ബിമിസ്ലിൻ, നിനക്കും ആ അനുഗ്രഹം ഉണ്ടാകട്ടെ. നീ ആർക്കു വേണ്ടിയാണോ ഇപ്പോൾ പ്രാർത്ഥിച്ചത് അതേ അനുഗ്രഹം നിനക്കും ഉണ്ടാകട്ടെ എന്ന് മലക്കുകൾ ആമീൻ പറഞ്ഞുകൊണ്ട് ഉടനെ മറുപടി പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വൽ മലായികതു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർളി അലാ ഇന്നല്ലാഹ ഹുവൽ ഗഫൂറുർ റഹീം. സൂറത്ത് ശൂറ 5-ാമത്തെ ആയത്ത്. വൽ മലായികതു, മലക്കുകൾ, യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, തന്റെ റബ്ബിനെ
സ്തുതി കീർത്തനങ്ങൾ പറയുന്നതോടൊപ്പം അവന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. വയസ്തഗ്ഫിറൂന, ആ മലക്കുകൾ നിരന്തരമായി പാപമോചന പ്രാർത്ഥന നടത്തുന്നു. ലിമൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവർക്ക് വേണ്ടി. അലാ, അറിയുക, ഇന്നല്ലാഹ ഹുവൽ ഗഫൂറുർ റഹീം, അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാമയനുമാണ് എന്ന് നിങ്ങൾ അറിയുക. പിന്നെ ആർക്ക് വേണ്ടിയാ മലക്കുകൾ പ്രാർത്ഥിക്കുക? ഇപ്പൊ നമ്മൾ ഫർള് നോമ്പോ സുന്നത്ത് നോമ്പോ അനുഷ്ഠിക്കാൻ വേണ്ടി അത്താഴം കഴിക്കാൻ എഴുന്നേറ്റു. 3:30-4 മണിക്ക് അത്താഴം കഴിക്കാൻ എഴുന്നേറ്റു. കാരണം നാളെ തിങ്കളാഴ്ച നമ്മളൊരു സുന്നത്ത് നോമ്പ് പിടിക്കാൻ പോവുക, അല്ലെ വ്യാഴാഴ്ച ഒരു സുന്നത്ത് നോമ്പ് പിടിക്കാൻ പോവുക. അതിന്റെ അത്താഴം കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ എഴുന്നേറ്റത്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, നബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂൽ ഖാൽ പറഞ്ഞു, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, വ മലായികതഹു, അവന്റെ മലക്കുകളും, അല്ലാഹു അവന്റെ മലക്കുകളും, യുസല്ലൂന, അനുഗ്രഹം ചെയ്യുന്നതോടൊപ്പം ഈ മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അലൽ മുതസഹിരീൻ, നോമ്പിന് വേണ്ടി അത്താഴം കഴിക്കുന്നവർക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആലോചിക്കും, രാവിലെ 4 മണിക്ക്, പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് ഒതുവൊക്കെ ചെയ്ത് വായൊക്കെ വൃത്തിയാക്കിയിട്ട് നാളത്തെ സുന്നത്ത് നോമ്പ് അല്ലെങ്കിൽ നാളത്തെ റമദാനിലെ ഫർള് നോമ്പിന് വേണ്ടി അത്താഴം കഴിക്കാൻ എഴുന്നേറ്റ് വിശ്വാസികൾക്ക് വേണ്ടി അവന്റെ അടുത്തിരുന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുന്ന രൂപം. അതുപോലെ റമദാൻ കാലത്ത് നോമ്പുകാരന്റെ മുമ്പിലിരുന്ന് ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ, അങ്ങനെയുള്ള ബിരുദന്മാരുണ്ട്. അൽ ഉമ്മി ഉമാറത്തൽ അൻസാരിയ, ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലൈഹാ, ആ ഉമ്മു ഉമാറ എന്ന വനിതയുടെ അടുത്ത് അള്ളാഹുവിന്റെ റസൂൽ കടന്നു ചെന്നു. ഫഖദ്ദമത് ഇലൈഹി തുആമൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഭക്ഷണം എടുത്തു വെച്ചു. ഫഖാല, അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുലി, മോളെ നീ കഴിച്ചോ. ഫഖാലത്, അപ്പോൾ അവർ പറഞ്ഞു, ഇന്നി സ്വായിമത്തുൻ, അള്ളാഹുവിന്റെ റസൂൽ എനിക്ക് നോമ്പാ. ഫഖാല റസൂലുള്ളാഹ്, അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന സ്വായിമ തുസല്ലി അലൈഹിൽ മലായിക, നോമ്പുകാരന് വേണ്ടി, അല്ലെ നോമ്പുകാരിക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇദാ അക്കല ഇൻദഹു, ആ നോമ്പുകാരന്റെയോ നോമ്പുകാരിയുടെ അടുത്തിരുന്ന് ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ, അവൻ നോമ്പുകാരനായതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. അവന്റെ തൊട്ടടുത്തിരുന്ന് ഒരു മകൻ, നോമ്പുകാരനല്ലാത്ത മകൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ആ നോമ്പുകാരിക്ക് വേണ്ടി ആ ഭക്ഷണം എടുത്തു കൊടുത്ത, അല്ലെങ്കിൽ അവര് വെള്ളം എടുത്തു കൊടുത്ത നോമ്പുകാരിക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. ഹത്താ യഫ്റഹു, അവൻ ആ പ്രവൃത്തിയിൽ നിന്നും വിരമിക്കുന്നത് വരെ, ആ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും വിരമിക്കുന്നത് വരെ. വറുബ്ബമാ ഖാല ഹത്താ യശ്ബഉ, അവൻ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത് വരെ മലക്കുകൾ ആ സ്ത്രീക്ക് വേണ്ടി, ആ ഉമ്മക്ക് വേണ്ടി, ആ ഉപ്പക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മലക്കുകളുടെ പ്രാർത്ഥനയാണ്. പെട്ടെന്നായിരിക്കും ഉത്തരം ലഭിക്കുക, ഒരു തടസ്സവും ഇല്ലല്ലോ. ഈ പ്രാർത്ഥനയുടെ മുന്നിൽ ഒരു തടസ്സവും ഇല്ല, അപ്പോൾ മറുപടി ലഭിക്കും. അതുപോലെ നോമ്പ് തുറപ്പിച്ചവർക്ക് വേണ്ടി മലക്കുകളുടെ പ്രാർത്ഥന. അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഅ ഇലാ സഅദ് ബിൻ ഉബാദ, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നു. ഫജാഅ ബിഖുബുസിൻ ബസൈത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് റൊട്ടിയും ഒലിവെണ്ണയും കൊണ്ടുവന്ന് വെച്ചു. ഫഅകല, അല്ലാഹുവിന്റെ റസൂൽ നോമ്പ് തുറന്നുകൊണ്ട് അത് കഴിച്ചു. സുമ്മ ഖാല നബിയു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്തറ ഇൻദകുമുസ് സ്വായിമൂൻ, നിങ്ങളുടെ അടുത്ത് വെച്ച് നോമ്പുകാർ നോമ്പ് തുറക്കുന്നു. വഅകല തുആമകുമുൽ അബ്റാർ, പുണ്യവാന്മാർ നിങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നു. വസല്ലത്ത് അലൈക്കുമുൽ മലായിക, അതിനോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ അനുഗ്രഹം! നിസ്സാര കളിയല്ല ഇത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്നുകൂടെ, ഈ ഖുതുബ 3 ഖുതുബയിലൂടെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ആൾക്കാരെയാണ് പഠിപ്പിച്ചത്. ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് നോക്കാം. ആരൊക്കെയാണ്? ആ ഓർമ്മ നിങ്ങളുടെ മനസ്സിലിരിക്കുകയാണ് എങ്കിൽ നിരന്തരം ഏത് നന്മ ചെയ്യുമ്പോഴും, പഠിച്ചവനെ ഇപ്പോൾ എനിക്ക് മലക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും മലക്കുകൾ എന്നൊരു വിചാരം നമ്മുടെ മനസ്സിൽ വരും. ഒന്നാമത്തെ ആളാരാണ്? അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി നിരന്തരമായി സ്വലാത്ത് ചെല്ലുന്നവർ. രണ്ടാമത്തെ ആരാണ്? അള്ളാഹുവിന് വേണ്ടി നിരന്തരമായി സ്വതക്കാ സക്കാത്തുകൾ കൊടുക്കുന്നവർ. മൂന്നാമത്തെ ആരാണ്? നമസ്കാരം പ്രതീക്ഷിച്ച് മുസല്ലയിൽ കാത്തിരിക്കുന്നവർ. നാലാമത്തത് ആരാണ്? സ്വഫ് ക്രമപ്പെടുത്തുന്നതിൽ, നമസ്കാരത്തിലെ സ്വഫ് ക്രമപ്പെടുത്തുന്നതിൽ സൂക്ഷ്മത പുലർത്തുന്നവർ, നാലാമത്തെ വിഭാഗം. അഞ്ചാമത്തത് ആരാണ്? ഒന്നാം സ്വഫിലുള്ളവർക്ക് വേണ്ടി, ഒന്നാം സ്വഫിൽ എത്തിപ്പെട്ട് നമസ്കാരത്തിൽ അവർക്ക് വേണ്ടി മലക്കിന്റെ പ്രത്യേക പ്രാർത്ഥന.
നമസ്കാരത്തിന് ഇഷ്ടം പോലെ സഫ് ഉണ്ടാവും വലിയ പള്ളിയാവുമ്പോൾ. അതിൽ ഒന്നാം സഫിലുള്ളവർക്ക് വേണ്ടി മലക്കുകളുടെ പ്രാർത്ഥന പ്രത്യേകമായിട്ടുണ്ടാവും. ആ ഒന്നാം സഫിൽ തന്നെ വലതുഭാഗത്തെത്തിയവർക്ക് പ്രത്യേകമായ പ്രാർത്ഥന വീണ്ടും ലഭിക്കും. ഒന്നാം സഫിൽ തന്നെ വലതുഭാഗത്തെത്തിയവർക്ക് വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥന ലഭിക്കും. പിന്നീട് ആർക്കാണ് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുക? ജനങ്ങളെ നന്മ പഠിപ്പിക്കുന്നവർക്ക് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കും. പിന്നീട് ആരാണ്? എന്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസം പതറിപ്പോകാതെ എല്ലാ കാര്യങ്ങളും റബ്ബിൽ അർപ്പിച്ച് തവക്കുൽ ചെയ്ത് കഴിഞ്ഞുകൂടുന്ന വിശ്വാസികൾക്ക് മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പിന്നെ ആരാണ്? അത്താഴം കഴിക്കുന്നവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പിന്നീട് ആരാണ്? റമദാൻ കാലത്ത് നോമ്പുകാരന്റെ മുമ്പിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പിന്നെ ആരാണ്? നോമ്പ് തുറപ്പിച്ചതിന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പിന്നെ ആരാണ്? രോഗികളെ സന്ദർശിക്കുന്നവർക്ക് 70,000 മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒന്നും രണ്ടും മലക്കുകളല്ല, 70,000 മലക്കുകൾ. രാവിലെയാണ് ഒരു രോഗിയെ സന്ദർശിക്കാൻ പോയതെങ്കിൽ 70,000 മലക്കുകൾ അവന്റെ കൂടെ ആ രോഗിയുടെ അടുത്ത് വരികയും വൈകുന്നേരം വരെ ആ മലക്കുകൾ അവന്റെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. വൈകുന്നേരമാണ് രോഗിയുടെ അടുത്ത് ഒരു വിശ്വാസി പോയതെങ്കിൽ ആ വൈകുന്നേരം സമയം 70,000 മലക്കുകൾ അവന്റെ കൂടെ അടുത്ത് പ്രവേശിക്കുകയും ആ രാത്രി മുഴുവനും നേരം വെളുക്കുന്നത് വരെ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. പിന്നീട് ആർക്കാണ് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുക? ഒരാളുടെ അഭാവത്തിൽ, ഒരാളില്ലാത്ത സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ മലക്കുകൾ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. ആ മലക്ക്, അത് കേട്ടുകൊണ്ടിരിക്കുന്ന മലക്ക് ആമീൻ പറയുന്നതോടൊപ്പം നീ എന്താണോ പ്രാർത്ഥിച്ചത് അത് നിനക്കും കിട്ടട്ടെ എന്ന് മലക്കുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കും. ഇങ്ങനെ എത്ര പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയൊന്നും നിഷ്ഫലമാകില്ല. അതുകൊണ്ട് വിശ്വാസികളെ പ്രതീക്ഷയോടുകൂടി ജീവിക്കുക, ഈമാനോടുകൂടി ജീവിക്കുക, ഇസ്ലാമോടുകൂടി ജീവിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുക. കാന സക്കരിയ അലൈഹിസ്സലാം നജ്ജാർ. ബഹുമാന്യ സഹോദരങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിക്കേണ്ടത് തൊഴിലെടുത്തും അധ്വാനിച്ചുമായിരിക്കണം. അത് കച്ചവടമാകാം, ഗവൺമെന്റ് ജോലിയാകാം, വേറെ എന്തുമാകാം. സക്കരിയ അലൈഹിസ്സലാമിനെ പറ്റി പറയുന്നു, കാന സക്കരിയ അലൈഹിസ്സലാം നജ്ജാറൻ. സക്കരിയ അലൈഹിസ്സലാം ഒരു ആശാരിയായിരുന്നു. ജീവിതമാർഗം കണ്ടെത്തിയത് ആശാരിപ്പണിയിലൂടെയാണ്. അത് കുറവാണെന്ന് ആരും വിചാരിക്കണ്ട. ഞാനൊരു ആശാരിയാണ് എന്ന് പറയുന്നത് അതൊരു മോശമല്ല. കാരണം ഉന്നതനായി അള്ളാഹു പേര് പറഞ്ഞ നബിയാണ് ആര്? സക്കരിയ അലൈഹിസ്സലാം. യാ സക്കരിയ എന്ന് അള്ളാഹ് വിളിച്ചിട്ടുണ്ട് ഖുർആനിൽ. ആ സക്കരിയ അലൈഹിസ്സലാം ആരായിരുന്നു? നജ്ജാറായിരുന്നു, ആശാരിയായിരുന്നു. അല്ലാഹുമ്മ ഇജ്അൽ റിസ്ക ആലി മുഹമ്മദിൻ ഖൂതാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന, അല്ലാഹുവേ മുഹമ്മദിന്റെ കുടുംബത്തിന് ആഹാരത്തിനുള്ള വക തന്നാൽ മതി. അള്ളാന്റെ റസൂൽ കച്ചവടക്കാരനായിരുന്നു. കച്ചവടത്തിലാണ് അള്ളാന്റെ റസൂൽ ജീവിത വകകൾ കണ്ടെത്തിയിരുന്നത്. അള്ളാഹു പറയുന്നു, ജുമുഅക്ക് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? പള്ളിയിൽ ഇരിക്കണ്ട. അതിന് പകരം എന്ത് ചെയ്യണം? ഫഇദാ ഖുളിയത്തിസ് സ്വലാത്ത്. ജുമുഅ നമസ്കാരം കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർള്, ഭൂമിയിലേക്ക് നിങ്ങൾ വ്യാപിക്കണം. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, നിങ്ങൾ അധ്വാനത്തിലൂടെ അള്ളാന്റെ സമ്പത്ത് തേടിപ്പിടിക്കണം. നിങ്ങളുടെ കഴിവിലൂടെ, അധ്വാനത്തിലൂടെ അള്ളാന്റെ സമ്പത്ത്, ഫദ്ൽ എന്ന് പറഞ്ഞ സമ്പത്ത് എന്നാണ്, സമ്പത്ത് തേടിപ്പിടിക്കണം. വദ്കുറുല്ലാഹ കസീറാ, ഈ സമ്പത്ത് തേടിപ്പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾ അള്ളാഹുവിനെ യഥേഷ്ടം ഓർത്തുകൊണ്ടിരിക്കണം, അവന് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? അള്ളാഹുവും അള്ളാന്റെ റസൂലും അധ്വാനിച്ച് ജീവിക്കാനാ പറഞ്ഞത്. ഇരന്ന് ജീവിക്കാൻ പറഞ്ഞിട്ടില്ല, കൈനീട്ടി ജീവിക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ പള്ളിയിൽ നിന്നിട്ട് ഇറങ്ങാൻ കാത്തിരിക്കുകയാണ്. നമ്മളെ പൊതിഞ്ഞ് കുറെ ആൾക്കാർ ഇങ്ങോട്ട് വരും, കൈ നീട്ടി. പുറത്തേക്ക് വിടാത്ത രൂപത്തിലായിരിക്കും ആൾക്കാർ വരിക. ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്തൊരു മേഖലയാണ് കൈനീട്ടി ജീവിക്കുക എന്നുള്ളത്. നമ്മളിലുള്ള പല ആൾക്കാരും പൈസയും കരുതിയാ വന്നിരിക്കുന്നത് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി. ആരോഗ്യമുള്ള ഒരുത്തൻ അള്ളാന്റെ റസൂലിന്റെ അടുത്ത് വന്നു, അള്ളാന്റെ റസൂൽ എന്നെ സഹായിക്കണം, വാ ഇങ്ങോട്ട് വരും. 2 ദിർഹം എടുത്തു. എന്നിട്ട് 1 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു, ഈ 1 ദിർഹം നീ ഒരു കോടാലി വാങ്ങണം, നിനക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ. എന്നിട്ട് നീ കാട്ടിൽ പോയി വിറക് ശേഖരിച്ച് അത് അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിറ്റ് ജീവിക്കണം. ഈ 2ാമത്തെ ദിർഹം എന്തിനാണെന്നറിയാവോ? ഇപ്പൊ നിനക്ക് വിശപ്പുണ്ടാവും.
ആ രണ്ടാമത്തെ ദിർഹം കൊണ്ട് ഇപ്പം നിന്റെ പശി അടക്കുക, വിശപ്പടക്കുക. ഒരിക്കലും ഇനി നീ കൈനീട്ടി നടക്കാൻ പാടില്ല. കൈനീട്ടി നടക്കുന്നവരെ അള്ളാഹു റസൂൽ വിശേഷിപ്പിച്ചത് പരലോകത്ത് വരുമ്പോൾ അവർക്ക് ചെമ്പിന്റെ നഖങ്ങൾ അള്ളാഹു വെച്ചു കൊടുക്കും, ചെമ്പിന്റെ. എന്നിട്ട് അവരുടെ മുഖവും മാറിടവും ഈ ചെമ്പിന്റെ നഖം കുത്തിയിറക്കിയിട്ട് അവരുടെ മാംസഭാഗം വലിച്ചു കീറുന്ന സ്വന്തം കൈകൾ കൊണ്ട് മാംസള ഭാഗം മുഴുവനും വലിച്ചു കീറും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ തെണ്ടി നടക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാവൂ? ഒരിക്കലും പാടില്ല. ആരോഗ്യമുള്ളവരോട് പോയി ജോലിയെടുത്ത് ജീവിക്കാൻ പറയണം. വല്ല നിത്യ രോഗികളാണ്, ഒട്ടും കഴിവില്ലാത്തവർക്ക് മാത്രം നമുക്ക് എന്തെങ്കിലും സഹായിക്കാം. അതിനിവിടെ പള്ളിയിൽ റിലീഫ് ബക്കറ്റ് വെച്ചിരിക്കുന്നത് അതിനാണ്. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടറിഞ്ഞ് നമ്മൾ കൊടുക്കും. അവരെ പിരിയുമ്പോൾ ആ റിലീഫിൽ നിന്നും ആ ബക്കറ്റിൽ നിന്നും തീരെ നിത്യ രോഗികളെ ആൾക്കാരെ കണ്ടിട്ട് കൊടുക്കും. എല്ലാ മാസവും 1-ാം വെള്ളിയാഴ്ച ഇവിടുന്ന് നമ്മൾ പെൻഷൻ വരെ കൊടുക്കുന്നുണ്ട്. 1000 രൂപ വെച്ച് ഒരു 10-15 രോഗികൾക്ക് കൊടുക്കുന്നുണ്ട്, കണ്ടറിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളിനി സെപ്പറേറ്റ് ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ കാത്തിരിക്കുന്നവരുടെ കയ്യിലേക്ക് കൈവച്ച് കാശ് വെച്ച് കൊടുക്കരുത്. പുറത്തിറക്കാത്ത രൂപത്തിലാണ് ആൾക്കാർ കാത്തിരിക്കണം മിക്ക വെള്ളിയാഴ്ചകൾ. അത് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ അവിടെ റിലീഫ് ബക്കറ്റിൽ ഇടുക. അവസാനം പള്ളി പിരിഞ്ഞു കഴിയുമ്പോൾ ഏറ്റവും അർഹരായവർക്ക് ആ റിലീഫിൽ നിന്നും കൊടുത്തുകൊള്ളും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാവിധ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നമുക്ക് പുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മനസ്സുകൾക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും സന്തോഷവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين. آمين برحمتك.